നമസ്കാരം, നദാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഞാൻ ഒരുപാട് ടിപ്സ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പൈപ്പിംഗ് ബാഗ്സോ കേക്ക് സ്റ്റാൻഡോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. അതിനൊക്കെ പകരം ഒരുപാട് ടിപ്സ് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. വീഡിയോ ഫുള്ള് കാണുമ്പോൾ അത് മനസ്സിലാവും. ബട്ടർ പേപ്പർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ബട്ടർ പേപ്പർ ഉപയോഗിച്ച് പൈപ്പിംഗ് ബാഗ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എല്ലാം ഇതിൽ പറയുന്നുണ്ട്. വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ കുക്കിംഗ് ഇഷ്ടമായിട്ടുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട്, ഒരു സാധാ വൈറ്റ് പേപ്പർ. അത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഒന്നുകൂടി ഇതുപോലെ മടക്കണം. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ കോൺ പിടിച്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യണം. ബട്ടർ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കേക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേയുടെ അളവെടുക്കാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം. ഇവിടെ വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിനകത്തേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ തേച്ച് കൊടുക്കണം. ബട്ടർ പേപ്പർ റെഡി ആയിട്ടുണ്ട്. കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം നന്നായി ഗ്രീസ് ചെയ്യണം. ഒരു ബൗളിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇടാം. 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു ബൗളിനകത്തേക്ക് 1.5 കപ്പ് മൈദ ഇടാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഇത് ഇത്രയായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കൊക്കോ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറി മിൽക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡയറി മിൽക്ക് ഒന്ന് മെൽറ്റ് ചെയ്ത് ചേർത്താൽ മതി. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യണം. ഇതിനകത്തേക്ക് കുറേശ്ശെ പൗഡർ ഷുഗർ ആഡ് ചെയ്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. ഇത് ഒന്നിച്ചിട്ട് ബീറ്റ് ചെയ്യരുത്, കുറേശ്ശെ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാവൂ. കട്ട കെട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേശ്ശെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കാവോ, ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യരുത്. ഇതിനകത്തേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഫി ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് കോഫിയാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഫുള്ള് ഒന്നിച്ച് ആദ്യമേ ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കലും. ബാറ്റർ തിക്കാവുന്ന അനുസരിച്ച് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാവൂ. ബാറ്റർ കട്ടിയായിട്ട് വരുമ്പം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇത് നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് മാറ്റാം. എയർ ബബിൾസ് കളയാനായി നല്ലതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. ബേക്ക് ചെയ്യാനുള്ള പാത്രം ചൂടാക്കാനായി വെക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇതിനകത്തൊരു ഉപ്പും ഒരു റിങ്ങും വെച്ച് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. കേക്ക് ബേക്ക് ചെയ്യാനായി വെച്ച് കൊടുക്കാം. 40 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കിനും ഇത് ബേക്കായി വരും. ഉൾവശം എന്തോ എന്ന ഒരു ടൂത്ത് പിക്കോ പച്ചീർക്കലോ ഉപയോഗിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബ്ലാക്ക് ഫോറസ്റ്റിനുള്ള കേക്ക് റെഡിയായിട്ടുണ്ട്. കേക്ക് നന്നായി തണുക്കുമ്പോഴേക്കും ഇതിന് വേണ്ടുന്ന വിപ്പിംഗ് ക്രീം ഒക്കെ റെഡിയാക്കി വെക്കാം. ഞാനിവിടെ ഒരു കൊച്ചു കവറിൽ ഡാൽഡ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കൊച്ചു കൊച്ചു പീസാക്കിയിട്ട് നല്ലതുപോലെ ഉടച്ച് നല്ല ക്രീമി ആയിട്ട് എടുക്കണം. ഡാൽഡയ്ക്ക് പകരം നെയ്യ്, ബട്ടർ ഇതെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഡാൽഡ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു ടേസ്റ്റ് വ്യത്യാസവും വരത്തില്ല. ഇതിനകത്തേക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ഇട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1.5 കിലോയുടെ കേക്കാണ് ചെയ്യുന്നത്. അതിൻ്റെ അളവായി പറയുന്നത്. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീം റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ചോക്ലേറ്റ് ബോൾസ് പോലെ ഞാൻ ബോൾസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് ബിസ്ക്കറ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. 1 കവർ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്നത് പോലെ നല്ലതുപോലെ കുഴച്ചെടുക്കാൻ പറ്റും. ഇതിനി കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ബട്ടർ പേപ്പർ ഉപയോഗിച്ച് എങ്ങനെ പൈപ്പിംഗ് ബാഗ്സ് ഉണ്ടാക്കാൻ നോക്കാം. സാധാരണ വൈറ്റ് പേപ്പർ വീഡിയോയിൽ ആദ്യം കാണിച്ച പോലെ എണ്ണ തേച്ച് നല്ലതുപോലെ ബ്രഷ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഇതിങ്ങനെ കോണോട് കൂടി മടക്കണം. കുമ്പിള് കുത്താൻ എടുക്കത്തില്ലേ, അതുപോലെ എടുക്കണം. ഒരു സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. കത്രിക ഉപയോഗിച്ച് ഇതിൻ്റെ ഫ്രണ്ട് വശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ല റൗണ്ട് ഷേപ്പായി വന്നിട്ടുണ്ട്. കേക്ക് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. മുകളിലത്തെ ലെയർ കട്ട് ചെയ്ത് മാറ്റി വെക്കുക ചെയ്യുന്നത്. അതൊന്ന് പൊടിച്ചിട്ട് കേക്കിൻ്റെ സൈഡിൽ വെക്കാനായിട്ട് ഉപയോഗിക്കും. ഇനി ഇത് 3 ലെയറായിട്ട് മുറിച്ചെടുക്കണം. അത് ഞാൻ ത്രെഡ് ഉപയോഗിച്ച് കാണിക്കാം. നൈഫിനെക്കാളും എളുപ്പത്തിൽ ത്രെഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പറ്റും. കറക്റ്റ് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യാൻ പറ്റും. കേക്ക് എല്ലാം ലെയേഴ്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 ലെയർ എടുത്തിട്ടുണ്ട്. ഇനി കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലേറ്റ് കമത്തി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ കേക്ക് സ്റ്റാൻഡിന് പകരം സിമ്പിളായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇതിനകത്തേക്ക് ഷുഗർ സിറപ്പ് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്യണം. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കി സിറപ്പാക്കി വെച്ചിരിക്കുന്നതാണ്. പൈപ്പിംഗ് ബാഗ്സിനകത്തേക്ക് ക്രീം നിറയ്ക്കാം. കേക്കിനകത്തേക്ക് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. ഒരു നൈഫ് ഉപയോഗിച്ചൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം.
രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഇതിനകത്തേക്കും ആദ്യം ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യാം. ക്രീം തേച്ച് കൊടുക്കാം. ട്യൂട്ടി ഫ്രൂട്ടി എങ്ങനെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് സ്വീറ്റ് ബണ്ണിൻ്റെ റെസിപ്പിക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഫൈനൽ ലെയർ വെച്ച് കൊടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ സൈഡിലും എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഞാൻ നൈഫ് ഉപയോഗിച്ച് തന്നെ ചെയ്തിരിക്കുന്നത്. നൈഫ് ഉപയോഗിച്ച് പാത്രം ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അന്നേരം എല്ലായിടത്തും നല്ലതുപോലെ സ്പ്രെഡായി വരും. ക്രംസ് ഇതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. നല്ല ചിലവ് കുറഞ്ഞ രീതിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കേക്കിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒന്നും തന്നെ ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. വീട്ടിലുള്ള സാധാരണ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.